അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന ദിവസം മദ്യപിച്ചിട്ടുള്ള എൻ്റെ പേര് ഷിബു. ഹായ് എല്ലാവർക്കും ഷൂജേട്ടാ. ഹായ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 3 ലെഗസീസ് ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ചാണ്, റിക്കവറിയെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ബിൽഡബ്ല്യു സ്വന്തം അനുഭവങ്ങൾ പറഞ്ഞു. കുറെ നാളുകൾ അദ്ദേഹം ഡോക്ടർ സിൽക്കോർത്തിന്റെ കീഴിൽ ചികിത്സയ്ക്ക് ശേഷം പല ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവസാനം പൂട്ടിയിടപ്പെടുന്നില്ലെങ്കിൽ ഇയാൾ മരിക്കുകയോ അല്ലെങ്കിൽ ഭ്രാന്തിന്റെ അവസ്ഥയിലെത്തുകയോ ഒക്കെ ചെയ്യുമെന്ന് ബിൽഡബ്ല്യു എൻ്റെ വൈഫായ ലൂയിസിനോട് ഡോക്ടർ സിൽക്കോർത്ത് പറയുന്നതും, പിന്നീട് ഹെൻറിയറ്റ സിബർലിങ്ങിനെ അതിനെ കാണാനുണ്ടായ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടാനുണ്ടായ സാഹചര്യവും, അതിനുശേഷം ഡോക്ടർ ബോബ് സുബോധാവസ്ഥയിലേക്ക് എത്തുന്നു ഒക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഇനിയും കുറച്ച് അദ്ദേഹത്തിന്റെ തന്നെ ജീവിതത്തിലെ ആദ്യകാല ജീവിതത്തിലെ മദ്യപാനത്തെ കുറിച്ച് തന്നെ വീണ്ടും കുറച്ചും കൂടി പറയാണ്. ബൈ ദ ടൈം, പേജ് നമ്പർ 73 കംസ് ഓഫ് ഏജ് ആണ് പുസ്തകം. ബൈ ദ ടൈം ഐ ഗോട്ട് home, I was endowed with a little more humility, a little more understanding, and considerably more experience. Very slowly, a group began to take shape in New York. Louis, not content with nursing me all those years, thought it would be wonderful if we filled the old family house in Clinton Street with alcoholics. Her mother had passed away, and her father, a doctor, had moved elsewhere. So why not? We thought we could feed our charge at low cost and pick up a lot of knowledge about alcoholism. As it turned out, we did not sober up a single one, but we did pick up a lot of knowledge. We used it to have as many as 5 in the house at a time, and sometimes they would all be drunk at once. One day we came home to find a drunk swinging a piece of 2x4 on another down in the cellar. I don't remember what their resentment was. On another occasion, we had been away for a week, leaving only one problem drinker alone in the house, and we came back to find him dead, a suicide. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ വീട്ടിലേക്ക് തിരികെ പോയി. എനിക്കൊരു അല്പം കൂടി വിനയമുണ്ടായി, അല്പം കൂടി വിവേകമുണ്ടായി, ആവശ്യത്തിന് അനുഭവങ്ങളും ഉണ്ടായി. ന്യൂയോർക്കിൽ ഒരു ഗ്രൂപ്പ് രൂപം കൊണ്ടു തുടങ്ങി. വർഷങ്ങളായി ലൂയിസിന് എന്നെ പരിചരിക്കുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ക്ലിന്റൺ സ്ട്രീറ്റിലെ ഒരു സെക്കൻഡ് അപ്പോ ക്ലിന്റൺ സ്ട്രീറ്റിലെ ഞങ്ങളുടെ തറവാട് വീട് മധ്യാസക്തിയെ കൊണ്ട് നടയുന്നത് വിസ്മയമായിരിക്കുമെന്ന് കരുതി. അവളുടെ മാതാവ് മരിച്ചു പോയിരുന്നു. ഡോക്ടറായ പിതാവ് മറ്റെവിടേക്കോ പോയി. ആൽക്കഹോളിസത്തെ കുറിച്ച് ചുരുങ്ങിയ ചെലവിൽ മനസ്സിലാക്കാമെന്ന് ഞങ്ങൾ കരുതി. പക്ഷെ ഒരാൾ പോലും സുബോധത്തിൽ എത്തിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ധാരാളം അറിവുണ്ടായി. ചിലപ്പോൾ 5 പേർ വരെ വീട്ടിലുണ്ടാകും, ചിലപ്പോൾ 5 പേരും കുടിച്ചിരിക്കും. ഒരു ദിവസം തിരികെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു പലക കഷ്ണത്തിൽ നിന്ന് ആടുന്നുണ്ട്, മറ്റൊരാൾ താഴെ ഷെഡിൽ കിടപ്പുണ്ട്. അവരുടെ വിദ്വേഷങ്ങൾ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. മറ്റൊരിക്കൽ ഞങ്ങൾ ഒരു മദ്യാസക്തനെ വീട്ടിൽ തനിച്ചാക്കി. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അയാൾ മരിച്ചിരിക്കുന്നു, അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. We continued our work on alcoholics, some of them in Sam Schumacher's Oxford group, some at Calvary Mission, some at Charlie Towns Hospital, where good old Dr. Silkworth risked his reputation by letting see them. Louis and I continued to find, however, that if we permitted alcoholics to become too dependent on us, they were apt to stay drunk. In the fall of 1935, a weekly meeting took shape in our Brooklyn parlor. In spite of much failure, a really solid group finally developed. There was first Henry P. and there was Fitzham, both out of Towns Hospital. Following them, more began to make real recoveries. ഞങ്ങൾ മദ്യാസക്തരോടൊത്തുള്ള പ്രവർത്തനം തുടർന്നു. ചിലപ്പോൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ, ചിലപ്പോൾ സാം ഷുമാക്കറുടെ കാൽവരി മിഷനിൽ, മറ്റു ചിലപ്പോൾ നല്ലവനും വൃദ്ധനുമായ ഡോക്ടർ സിൽക്കോർത്ത് ജോലി ചെയ്തിരുന്ന ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിൽ. അദ്ദേഹം സ്വന്തം യശസ്സിന് മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് അവരോടൊത്ത് പ്രവർത്തിക്കാൻ ഞങ്ങളെ അനുവദിച്ചത്. ഞാനും ലോയിസും ഒരു കാര്യം കണ്ടെത്തി. മദ്യാസക്തരെ
ഞങ്ങളെ ആശ്രയിക്കാൻ അനുവദിക്കുന്നിടത്തോളം കാലം അവർ കൂടി തുടരുക തന്നെ ചെയ്യും. 1935 അവസാനം ബ്രുക്ലിനിലെ ഞങ്ങളുടെ പാർലറിൽ ഒരു മീറ്റിംഗ് നടന്നു. പരാജയങ്ങൾക്ക് ശേഷം ഒരു ഉറച്ച ഗ്രൂപ്പ് ഉണ്ടായി. ഹെൻറി പിയും ഫിറ്റ്സമും അവിടെ ഉണ്ടായിരുന്നു. അവർ ടൗൺസ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നവരായിരുന്നു. അവരുടെ പിന്നാലെ കൂടുതൽ പേർ യഥാർത്ഥത്തിൽ സുഖപ്പെടാൻ തുടങ്ങി. Until the middle of 1937, we in New York had been working alongside the Oxford groups, but in the latter part of the year, we must reluctantly parted company with these great friends. Naturally enough, they did not think too highly of our objective, limited as it was to alcoholics. From our point of view, we felt a very true. We couldn't do much about helping the Oxford groups to save the whole world, but we were becoming more certain every day that we might be able to sober up many alcoholics. 1937 മധ്യം വരെ ഞങ്ങൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പുമായി ചേർന്നാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ഞങ്ങൾ ഈ വലിയ സുഹൃത്തുക്കളുമായി വേർപെട്ടു. സ്വാഭാവികമായും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് അവർക്ക് അത്ര മതിപ്പുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ലോകത്തെ മുഴുവൻ രക്ഷിക്കാനായി ഓക്സ്ഫോർഡ് ഗ്രൂപ്പുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. പക്ഷേ ഓരോ ദിവസവും കൂടുതൽ മദ്യാസക്തരെ സഹായിക്കാനാവും എന്ന് ഞങ്ങൾക്ക് തോന്നി തുടങ്ങി. The Oxford groupers had clearly shown us what to do, and just as importantly, we had also learned from them what not to do. As far as alcoholics were concerned, we had found that certain of their ideas and attitudes simply could not be sold to alcoholics. For example, drinkers would not take pressure in any form, excepting from John Barleycorn himself. They always had to be led, not pushed. They would not stand for the rather aggressive evangelism of the Oxford groups, and they would not accept the principle of team guidance for their own personal lives. It was too authoritarian for them. In other respects, too, we found we had to make haste slowly. When first contacted, most alcoholics just wanted to find sobriety, nothing else. They clung to their other defects, letting go only little by little. They simply did not want to go too good too soon. The Oxford group's absolute concepts, absolute purity, absolute honesty, absolute unselfishness, and absolute love were frequently too much for the drunks. These ideas had to be fed with the teaspoons rather than by buckets. അപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകാർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. മദ്യാസക്തർ എന്ന നിലയിൽ എന്ത് ചെയ്യരുതെന്നും അവർ തന്നെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. അവരുടെ ചില ആശയങ്ങളും സമീപനങ്ങളും മദ്യാസക്തർക്ക് നൽകാനാകില്ലെന്ന് ഞങ്ങൾ കണ്ടു. ഉദാഹരണത്തിൽ, മദ്യരാജാവിൽ നിന്നല്ലാതെ മറ്റൊരിടത്തു നിന്നും ഒരു സമ്മർദ്ദവും ഏൽക്കാൻ മദ്യാസക്തൻ പ്രാപ്തനാകില്ല. അവർ നയിക്കപ്പെടേണ്ടവരാണ്, വലിച്ചിഴക്കപ്പെടേണ്ടവരല്ല. വലിച്ചിഴക്കപ്പെടേണ്ടവരല്ല. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ അതിര് കടന്ന ഭക്തിമാർഗം കുടിയിന് ചേർന്നതല്ല. അവരുടെ ടീം നിർദ്ദേശങ്ങൾ മദ്യാസക്തന് സ്വീകാര്യമായിരുന്നില്ല. അവരുടെ പ്രാമാണിത്വം കുടിയിന് പറ്റിയതായിരുന്നില്ല. മറ്റൊരു തരത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയത്, ഞങ്ങൾ വേഗം സാവധാനത്തിലാകേണ്ടതുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം കണ്ടപ്പോഴൊക്കെ മദ്യാസക്തർക്ക് വേണ്ടത് സുബോധമാണ്, മറ്റൊന്നുമില്ല. അവർ അവരുടെ മറ്റു ദൂഷ്യങ്ങളിൽ തൂങ്ങിക്കിടന്നു. അല്പാൽപമായി അവ വിട്ടുകളഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. അവർ വളരെ പെട്ടെന്ന് വളരെ നല്ലവരാകാൻ ആഗ്രഹിച്ചില്ല. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ പരമമായ തത്വങ്ങൾ, പരമമായ പരിശുദ്ധി, പരമമായ സത്യസന്ധത, പരിപൂർണ ശുദ്ധി, പരിപൂർണ സത്യസന്ധത, പരിപൂർണ ത്യാഗം, പരിപൂർണ സ്നേഹം, ഇവ മദ്യാസക്തന് ചേർന്നതായിരുന്നില്ല. ഈ ആശയങ്ങൾ സ്പൂണിലാണ് നൽകേണ്ടത്, ബക്കറ്റിലല്ല. Besides, the Oxford group's absolutes were expressions peculiar to them. This was a terminology which might continue to identify us in the public mind with the Oxford groupers, even though we had completely withdrawn from their fellowship. മാത്രമല്ല, ഓക്സ്ഫോർഡിലെ പരിപൂർണതകൾ അവർക്ക് അസാധാരണമായിരുന്നു. ഈ പേര് സമൂഹമധ്യത്തിൽ ഞങ്ങളെയും ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് അംഗങ്ങളായി കണക്കാക്കാൻ ഇടവരും. ഞങ്ങൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കൂട്ടായ്മയിൽ നിന്ന് പിൻവലിഞ്ഞെങ്കിലും ഇത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളും അവരുടെ കൂട്ടായ്മയായിട്ട് കണക്കാക്കപ്പെടും. There was yet another difficulty. Because of the stigma then
attached to the condition most alcoholists wanted to be anonymous. We were afraid also of developing erratic public characters who, through broken anonymity, might get drunk in public and so destroy confidence in us. The Oxford groups, on the contrary, depended very much upon the use of prominent names, something that was doubtless all right for them, but a mighty hazardous for us. Our debt to them, nevertheless, was an immense, and so the final breakaway was very painful. മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. മിക്കവാറും മദ്യാസക്തരെല്ലാം അറിയപ്പെടാതിരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. മറ്റൊന്നുകൂടി ഞങ്ങൾ ഭയപ്പെട്ടു. താന്തോന്നികളായ ചില മദ്യപാനികളെങ്കിലും സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഞങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുകയും ചെയ്യും. ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകാർ നേരെ മറിച്ച് ചില പ്രശസ്തരുടെ പേരുകൾ ഉപയോഗിക്കുകയും അവർക്ക് സംശയാതീതമായി നല്ലതും നമുക്ക് അപകടം വരുത്തുന്നതുമായിരുന്നു. നമുക്ക് അവരോടുള്ള കടപ്പാട് വലുതായിരുന്നു. അതുകൊണ്ട് പിരിഞ്ഞു പോരൽ വേദനാജനകമായിരുന്നു. Out in Akron, wonderful friends continued to show up. In the forefront of this was T. Henry Williams and his wife Clarence. Oxford groupers also. They and Henrietta had repeatedly tried to help Dr. Bob. On several occasions, they had gone far in discussing their own personal defects with him in order to get some kind of closer identification with him. This had impressed him a great deal and had doubtless made him far more ready to work with me when I showed up. I had met T. Henry at the time of the proxy fight, and a result of the shake-up, he had lost a fine job. He was big-hearted enough, nevertheless, to let us alcoholics come to his house for meetings along with his Oxford group friends. I am afraid those early problems drinkers often gave the Williams a bad time, ranging from jarring glimpses of life in the raw to cigarette burns in their carpets. അക്രോണിൽ നല്ല സുഹൃത്തുക്കൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അവരിൽ മുന്നിൽ നിന്നത് ടി. ഹെൻറി വില്യംസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ക്ലാരൻസും അവർ ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകാരായിരുന്നു. അവരും ഹെൻറിറ്റയും തുടർച്ചയായി ബോബിനെ സഹായിച്ചു കൊണ്ടിരുന്നു. പലപ്പോഴും സ്വന്തം വൈകല്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് തന്നെ അവർ ബഹുദൂരം പോയി. അതുവഴി അവർ കൂടുതൽ അവർ താതാത്മ്യം പ്രാപിച്ചവരായി മാറി. അല്ലെങ്കിൽ ആ താതാത്മ്യം അവർക്ക് ലഭിച്ചു. അതുവഴി അദ്ദേഹം കൂടുതൽ ആകർഷണനാവുകയും ഞാനെത്തുമ്പോഴേക്കും എന്നോടൊത്ത് പ്രവർത്തിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്തു. ഞാൻ ടി. ഹെൻറിയെ കണ്ടത് പ്രോക്സി യുദ്ധത്തിനിടയിലാണ്. അതിനിടയിൽ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകാർക്കൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ മദ്യാസക്തരായ ഞങ്ങളെയും ചേർത്ത് മീറ്റിംഗ് നടത്താൻ ശ്രമം നടത്തി. അദ്ദേഹം അത്രമാത്രം വിശാലഹൃദയനായിരുന്നു. കുടിയന്മാരുടെ ആദ്യകാല അനുഭവങ്ങൾ എന്നെ ഭയപ്പെടുത്തിയിരുന്നു. വില്യംസിന്റെ വീട്ടിലും ജീവിതത്തിന്റെ പരുഷമായ വശങ്ങളിലും അദ്ദേഹത്തിന്റെ പരവതാനിയിൽ വീഴുന്ന സിഗരറ്റ് കുറ്റികളും വരെ. പക്ഷെ ടി. ഹെൻറിയും ക്ലാരൻസും ഞങ്ങളോട് മഹാമനസ്കതയോടും സ്നേഹത്തോടെയും പെരുമാറി. But T. Henry and Clarence always treated us with great generosity and kindness, and none of us can ever forget the inspirational atmosphere of their home and their spiritual influence on the first frightened little group of Akron alcoholics, which wondering who might slip next. It was not until later and well after the AA book was published that our Akron members withdraw from the Oxford groups and finally from the home which had sheltered them so well. T. Henry and Clarence Williams will always be counted in the front rank of AA's pioneers. അപ്പോൾ പരവതാനിയിൽ വീഴുന്ന സിഗരറ്റ് കുറ്റികളും വരെ. പക്ഷേ ടി. ഹെൻറിയും ക്ലാരൻസും ഞങ്ങളോട് മഹാമനസ്കതയോടും സ്നേഹത്തോടും പെരുമാറി. പ്രചോദനാത്മകമായ അന്തരീക്ഷവും ആത്മീയ സ്വാധീനവും അവർ നൽകി. ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ലാതെ ആരാണ് ഇനി വീഴുന്നതെന്ന് ഓർത്ത് പേടിച്ചിരുന്ന അക്രോണിലെ ചെറു ഗ്രൂപ്പിന് ഇത് വലിയ സഹായകമായി. Finally from the home which had sheltered from so well. T. Henry and Clarence Williams will always be counted in the front rank of pioneers. അതുകൊണ്ട് അവരാണ് ഏറ്റവും AA ബുക്ക് പ്രസിദ്ധീകരിക്കുന്നവരെ നമ്മുടെ അക്രോൺ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് വിട്ടു പോന്നിരുന്നില്ല.
അവര് വേണ്ടവിധം കാത്തിരുന്ന വീട്ടിൽ നിന്നും ടി ഹെൻറിയും ക്ലാരൻസും എയുടെ തുടക്കക്കാരുടെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ടി ഹെൻറിയും ക്ലാരൻസുമാണ് അക്രോണിലെ ആദ്യകാല പഴമക്കാർ. Gradually, the New York and Akron groups began to multiply. From New York, we began to reach out toward Philadelphia and Washington. In Akron, they began to have visitors from Cleveland, Clarence and Dorothy and Abby, and all those grand falls. The AA ferment had begun to work and spread. സാവധാനത്തിൽ അക്രോണിലെയും ന്യൂയോർക്കിലെയും ഗ്രൂപ്പുകൾ പെരുകാൻ തുടങ്ങി. ന്യൂയോർക്കിൽ നിന്നും ഫിലാഡൽഫിയയിലേക്കും അവിടെ നിന്ന് വാഷിംഗ്ടണിലേക്കും വളർന്നു. അക്രോണിൽ ക്ലീവ്ലാൻഡിൽ നിന്നുള്ള സന്ദർശകരുണ്ടായിരുന്നു. ക്ലാരൻസും ഡൊറോത്തിയും അബിയും വലിയ ആളുകളായിരുന്നു. പ്രവർത്തിക്കാനും പരക്കാനും തുടങ്ങി. In 1937, I went back to Wall Street for a brief stretch. In the fall of that year, another depression hit the US and I was suddenly out of a job. I went west there where I tried the Detroit and Cleveland for another position in the financial business. Nothing turned up, but this trip gave me a much needed chance to visit Dr. Bob in Akron. It was on a November day in that year when Dr. Bob and I sat in his living room counting the noses of our recoveries. There had been failures galore, but now we could see some startling success too. A hard core of very grim last gasp cases had by then been sober a couple of years, and unheard of development. There were 20 or more much people. All told, we figured that upwards of 40 alcohols were staying bone dry. അപ്പോൾ ഞാൻ 1937 കുറച്ചു കാലത്തേക്ക് വാൾ സ്ട്രീറ്റിലേക്ക് പോയി. ആ വർഷം അവസാനം അമേരിക്കയെ മറ്റൊരു മാന്ദ്യം ബാധിച്ചു. എൻ്റെ ജോലി പോയി. ഞാൻ പടിഞ്ഞാറോട്ട് പോയി. ഡെട്രോയിറ്റിലും ക്ലേവ്ലാൻഡിലും സാമ്പത്തിക രംഗത്ത് ചില ശ്രമങ്ങൾ നടത്തി. ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഈ യാത്ര ഡോക്ടർ ബോബിനെ അക്രോണിൽ നിന്നും കാണുവാൻ അവസരമുണ്ടാക്കി. ഇതേ നവംബർ മാസത്തിലായിരുന്നു ഞാനും ബോബിന്റെ ലിവിംഗ് റൂമിലിരുന്ന് രക്ഷപ്പെട്ടവരുടെ തലകൾ എണ്ണാൻ തുടങ്ങി. അധികമായ പരാജയങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അമ്പരപ്പിക്കുന്ന വിജയങ്ങളും കാണാം. ഒരിക്കലും വഴങ്ങാത്ത അന്ത്യത്തിലെത്തിയ ചില കേസുകൾ. ഇപ്പോൾ 2 വർഷമൊക്കെ സുബോധത്തിലാണ്. കേട്ടിട്ടില്ലാത്ത ഒരു പുരോഗതി. അത്തരം 20 അതിലധികമോ ആളുകളുണ്ട്. 40ഓളം മദ്യാസക്തർ തീർത്തും സുബോധത്തിലാണ്. ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. മദ്യാസക്തന്റെ ഇരുണ്ട ലോകത്ത് ഒരു പുതിയ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. There was all told we figured upward 40 alcohols were staying done so dry. As we carefully rechecked this code, it suddenly burst upon us that a new light was shining into the dark world of the alcoholic. ഇരുണ്ട ലോകത്ത് അല്ലെങ്കിൽ മദ്യാസക്തന്റെ ഇരുണ്ട ലോകത്ത് ഒരു പുതിയ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. Despite the fact that AB had slipped a benign chain reaction, one alcohol carrying the good news to the nest had started outward from Dr. Bob and me. Conceivably, it could one day circle the whole world. What a tremendous thing that realization was. At last we were sure there would be no more flying totally blind. We actually wept for joy, and Bob and Annie and I bowed our heads in silent thanks. എബി വഴുതി പോയതൊഴിച്ചാൽ ഞാനും ഡോക്ടർ ബോബും തുടങ്ങി വെച്ച ഒരു മദ്യാസക്തൻ മറ്റൊരു മദ്യാസക്തന് സന്ദേശം നൽകുന്ന ഹിതകരമായ കാര്യം ഒരു ചങ്ങല പോലെ തുടരുന്നു. ഇതൊരിക്കൽ ലോകത്തെമ്പാടും എത്തുമെന്ന് സങ്കല്പിക്കാം. എന്തൊരു അതിശയകരമായ ബോധ്യമാണത്. അവസാനം ഞങ്ങൾക്ക് ഉറപ്പായി. അന്ധമായി നമ്മൾ ഇനി പറക്കേണ്ടതില്ല. ഞങ്ങൾ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. ഞാനും ബോബും ആനിയും നിശബ്ദരായി നന്ദിപൂർവം തലകുനിച്ചു. Then came a mighty sobering thought. This knowledge, this precious know-how was still in the hands of too few of us. Must every alcoholic come to New York or Akron in order to get well? No, that would never do. That would be impossible. How then would we spread our message? Ruefully, we remembered that alcoholics, even when sober, are far from being grown-up people. All of us could still be terribly erratic character. Would the forces that everywhere divided society finally invade and smash us up just as they had invaded and destroyed the promising Washingtonian group movement among alcoholics a century before? How could we possibly hang together and cling
to our new lifeline. This line was whose strands were woven of medicine and of religion and of our own experience. Could we carry the message to the distant alcoholic? Could we grow rapidly and soundly? പിന്നീട് ഞങ്ങൾക്ക് ഒരു സുബോധ ചിന്തയുണ്ടായി. ഈ അറിവ് വിലപ്പെട്ട അറിവാണ്. ഇതെങ്ങനെ ഇപ്പോൾ then came my sobering thought. This knowledge is precious know how. ഇത് ഈ അറിവ് വിലപ്പെട്ടതാണ്. ഇതെങ്ങനെയാണ് ഈ അറിവ് ഇപ്പോൾ നമ്മൾ ചുരുക്കം ചിലരുടെ കൈവശമാണ്. എല്ലാ മദ്യാസക്തരിലേക്കും സുഖപ്പെടാനായി ന്യൂയോർക്കിലേക്കോ അക്രോണിലേക്കോ എത്താനാകുമോ? ഒരിക്കലുമില്ല. അത് അസാധ്യവുമാണ്. പിന്നെ എങ്ങനെ ഈ സന്ദേശം പരത്തും? വ്യസനത്തോടെ ഒരു കാര്യം ഞങ്ങൾ ഓർത്തു. മദ്യാസക്തർ സുബോധത്തിലെത്തായാലും വളർച്ചയെത്തിയ മനുഷ്യരെക്കാളും വളരെ പിന്നിലാണ്. ഞങ്ങളെല്ലാവരും തന്നെ ഇപ്പോഴും അതിവക്രബുദ്ധികളാണ്. സമൂഹത്തെ എക്കാലവും ഭിന്നിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന പ്രതിലോമ ശക്തികളെ പോലെ ഒരിക്കൽ മദ്യാസക്തരുടെ വാഗ്ദാനമായിരുന്ന വാഷിംഗ്ടോണിയൻ ഗ്രൂപ്പുകളെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ചിതറിച്ചു കളഞ്ഞതുപോലെ ആ ശക്തികൾ നമ്മെയും നശിപ്പിക്കില്ലേ? വൈദ്യശാസ്ത്രത്തിന്റെയും മതത്തിന്റെയും സ്വന്തം അനുഭവങ്ങളുടെയും നൂലുകൾ ചേർത്ത് നെയ്ത നമ്മുടെ പുതിയ ജീവിതരേഖയിൽ ഒന്നിച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമുക്ക് വിദൂര നാടുകളിൽ സന്ദേശം എത്തിക്കാൻ കഴിയുമോ? നാം വേഗത്തിലും നന്നായും വളരുമോ? We saw that we had a grave responsibility. Fortunately, we found we had great faith too. Faith that we could go further, perhaps much further. But I must confess that as we sat there that afternoon in Dr. Bob's living room, we could not see at all who these riddles might actually be answered at tonight. Only 18 years later, thousands of us in this vast auditorium can see and hear and touch one another, bound in the unbreakable kinship of a common suffering and a common worldwide deliverance. We know at last the Alcoholics Anonymous is safe. Even this great gathering is only a token representation of us, all of our AS, thousands of groups of our 20,000 2 lakh members in 70 US possessions and foreign countries. This host, we think, is but the first fraction of multitude still to come. Would that tonight Dr. Bob could stand here among us to voice all that we now feel so deeply. Indeed, we know how we who know him well can almost see and hear him now. With us, we know that he is exclaiming, "What hath God wrought?" നമുക്ക് അപാരമായ ഉത്തരവാദിത്തമുണ്ടെന്ന് നാം കണ്ടു കഴിഞ്ഞു. ഭാഗ്യവശാൽ നമുക്ക് വലിയ വിശ്വാസവും ലഭിച്ചു. മുന്നോട്ട് പോകുന്ന വിശ്വാസം, വളരെ മുന്നോട്ട് തന്നെ പോകേണ്ട വിശ്വാസം. പക്ഷെ ഞാൻ സമ്മതിക്കട്ടെ, അന്ന് ഉച്ചതിരിഞ്ഞ് ഡോക്ടർ ബോബിന്റെ സ്വീകരണ മുറിയിലിരിക്കുമ്പോൾ ഈ കടങ്കഥകൾക്ക് എങ്ങനെ ഉത്തരം ലഭിക്കുമെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി 18 വർഷങ്ങൾക്ക് ശേഷം ഈ വലിയ ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്നിരിക്കുന്ന ആയിരങ്ങൾക്ക് മുമ്പിൽ കാണാനും സ്പർശിക്കാനും സാധിക്കുന്നുണ്ട്. ആയിരങ്ങൾക്ക് തമ്മിൽ കാണാനും സ്പർശിക്കാനും സാധിക്കുന്നുണ്ട്. പൊതുവായ ഈ ദുരിതത്തിൽ ബലപ്പെടുത്തിയ ഈ കുടുംബ ബന്ധവും ലോകവ്യാപകമായ മോചനവും ആൽക്കോളിക്സ് അനോണിമസിനെ സുരക്ഷിതമാക്കിയിരിക്കുന്നു. എയുടെ 1000 ഗ്രൂപ്പുകളും 2 ലക്ഷം അംഗങ്ങളും അമേരിക്കയുടെ 70 പ്രവിശ്യകളിലും വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന നമ്മുടെ ഒരു പ്രതീകം മാത്രമാണ് ഈ മഹാസമ്മേളനം തന്നെ. ഈ ആതിഥ്യം വരാനിരിക്കുന്ന ജനസാമാന്യത്തിന്റെ ഒരു അംശം മാത്രമാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെ ഡോക്ടർ ബോബ് നിൽക്കണമെന്നും അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. തീർച്ചയായും അദ്ദേഹത്തെ നന്നായി അറിയുന്നവർക്ക് അദ്ദേഹത്തെ കാണാനും കേൾക്കാനും കഴിഞ്ഞേക്കും. നമ്മോടൊപ്പം നമുക്കറിയാം അദ്ദേഹം ഇങ്ങനെ ഉദ്ഘോഷിക്കുമായിരുന്നു, ദൈവം മെനഞ്ഞെടുത്തതാണിത്. അടുത്ത ഭാഗം 12 പാരമ്പര്യങ്ങളെ കുറിച്ചാണ്. The 12 traditions. 1. Our common welfare should come first. Personal recovery depends upon AA unity. 1. നമ്മുടെ പൊതുനന്മയാണ് ആദ്യ പരിഗണന. എയുടെ ഐക്യത്തെ ആശ്രയിച്ചാണ് വ്യക്തിപരമായ മോചനം. 2. For our group purpose, there is but one ultimate authority, a loving God as he may express himself in our group consciences. Our leaders are but trusted servants, they do not govern. നമ്മുടെ ഗ്രൂപ്പിന് ഒരേ ഒരു പരമാധികാരിയുള്ളൂ. ഗ്രൂപ്പിന്റെ മനസ്സാക്ഷിയിൽ കൂടി സ്വയം പ്രകടമാകുന്ന സ്നേഹനിധിയായ ദൈവം. നമ്മെ നയിക്കുന്നവർ വിശ്വസ്ത സേവകരാണ്, അവർ ഭരിക്കുന്നില്ല. 3. The only requirement of AA membership is a desire to stop drinking. മദ്യപാനം നിർത്തണമെന്ന ആഗ്രഹം മാത്രമാണ് എയിൽ ചേരുവാനുള്ള ഒരേ ഒരു യോഗ്യത. 4.
4. Each group should be autonomous, except in matter affecting our other groups or A as a whole. മറ്റു ഗ്രൂപ്പുകളെയോ എയെ മുഴുവനായി ബാധിക്കുന്ന കാര്യങ്ങൾ ഒഴിച്ച് ഓരോ ഗ്രൂപ്പും സ്വയം ഭരണത്തിലായിരിക്കണം. 5. 5. Each group has but one primary purpose, to carry its message to the alcoholic who still suffers. ഇപ്പോഴും കഷ്ടപ്പെടുന്ന മധ്യസ്ഥർക്ക് എയുടെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നതായിരിക്കണം ഓരോ ഗ്രൂപ്പിന്റെയും പ്രാഥമിക ഉദ്ദേശം. 6. An AA group ought never endorse, finance, or lend the AA name to any related facility or outside enterprises, lest problems of money, property, and prestige divert us from our primary purpose. 6. ഒരു എ ഗ്രൂപ്പും ഒരിക്കലും പുറമേയുള്ള സ്ഥാപനങ്ങളെയോ സംരംഭങ്ങളെയോ അംഗീകരിക്കുകയോ ധനപരമായി ഇടപെടുകയോ എയുടെ പേര് ബന്ധപ്പെടുത്തുകയോ ചെയ്യരുത്. അല്ലെങ്കിൽ ധനപരമോ വസ്തുപരമോ അഭിമാനപരമായുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്നും നമ്മെ വഴിതെറ്റിക്കും. 7. Every AA group ought to be fully self-supporting, declining outside contribution. ഓരോ AA ഗ്രൂപ്പും പുറമേ നിന്നുള്ള സംഭാവനകൾ നിരസിച്ചുകൊണ്ട് പൂർണ്ണമായും സ്വയം പര്യാപ്തമാവണം. 8. Alcoholics Anonymous should remain forever non-professional, but our service centers may employ special workers. Alcoholics Anonymous പ്രവർത്തനം ഒരിക്കലും ഒരു തൊഴിലാകരുത്. എന്നാൽ നമ്മുടെ സേവന കേന്ദ്രങ്ങളിൽ പ്രത്യേക ജീവനക്കാരെ നിയമിക്കാം. 9. A as such ought never to be organized, but we may create service boards or committees directly responsible to those they serve. 9. A ഒരിക്കലും സംഘടിത പ്രസ്ഥാനമാകരുത്. എങ്കിലും ആർക്കു വേണ്ടി സേവനം ചെയ്യുന്നുവോ അവരോട് നേരിട്ട് ഉത്തരവാദിത്തമുള്ള സർവീസ് കമ്മിറ്റികളോ ബോർഡോ ഉണ്ടാക്കാവുന്നതാണ്. 10. Alcoholics Anonymous has no opinion on outside issues. Hence, the AA name ought never to be drawn into public controversy. 10. പുറമേയുള്ള വിഷയങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് യാതൊരു അഭിപ്രായമില്ല. അതുകൊണ്ട് എയുടെ പേര് പൊതുവിവാദത്തിലേക്ക് വലിച്ചിഴക്കരുത്. 11. Our public relations policy is based on attraction rather than promotion. We need always maintain personal anonymity at the level of press, radio, and films. 11. പ്രചരണം എന്നതിലുപരി ആകർഷണമാണ് നമ്മുടെ പൊതുജന സമ്പർക്കത്തിന്റെ അടിസ്ഥാനം. നാം എപ്പോഴും വ്യക്തിപരമായ അനാമധേയത്വം പ്രസ്, റേഡിയോ, ഫിലിം എന്നീ തലങ്ങളിൽ പാലിക്കണം. 12. Anonymity is the spiritual foundation of all our traditions, ever reminding us to place principle before personalities. 12. അനാമധേയത്വം നമ്മുടെ എല്ലാ പാരമ്പര്യങ്ങളുടെ ആത്മീയ അടിത്തറയാണ്. വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കണമെന്ന് ഇത് നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. ഇത് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ 78 കംസ് ഓഫ് ഏജിന്റെ പേജിലാണ്. അതോടുകൂടി നമ്മുടെ റിക്കവറി എന്ന് പറയുന്ന ആ ഭാഗം അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത ഭാഗം വരുന്നത് ഐക്യത്തെക്കുറിച്ചാണ്. അത് രണ്ടാമത്തെ പൈതൃകമാണ്. അപ്പൊ ആദ്യത്തെ പൈതൃകമായിട്ടുള്ള മോചനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കംസ് ഓഫ് ഏജിലെ വിവരണം ഇവിടെ അവസാനിച്ചു. അടുത്തത് ഐക്യത്തെക്കുറിച്ച് അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം. എന്നെ കേട്ടിരുന്നു നിങ്ങൾക്ക് നന്ദി. താങ്ക് യു. താങ്ക് യു ഷുചേട്ടാ. താങ്ക് യു സോ മച്ച്.